പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി യതീന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞത് പത്മയ്ക്കും മക്കൾക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വേദയും പത്മയും ഇന്ദ്രജയും കൂടി യതീന്ദ്രൻ്റെ മുന്നിൽ വെച്ച് നന്ദിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഞാൻ ഈ ഇരിക്കുന്ന ആളുടെ ആരാണ്? ഈ നിൽക്കുന്ന 2 പേര് ഇദ്ദേഹത്തിൻ്റെ പെൺമക്കളാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും നിൽക്കുമ്പോൾ നീ എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്? അപ്പോൾ ഇന്ദ്രജ പറയണേ, ഡാഡിക്ക് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ സ്നേഹം നിന്നോടാണെന്നുള്ളത് ഡോക്ടറെ ബോധ്യപ്പെടുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാവും. അപ്പോൾ നന്ദിനി പറയണ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെല്ലാവരും എപ്പോഴും തിരക്കിലാകുമല്ലോ. അപ്പോൾ വേദ പറയണ, ഞങ്ങൾ തിരക്കിലാണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് യതീന്ദ്രൻ്റെ മുന്നിൽ വെച്ച് നന്ദിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ യതീന്ദ്രൻ പറയണ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ ഇവള് കാണിക്കുന്നതൊന്നും കാണുന്നതുമില്ല കേൾക്കുന്നതുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഞാൻ നോക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ 2 മക്കൾ നോക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നന്ദിനി പറഞ്ഞു, അയ്യോ മേഡം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളെപ്പോഴും പറയുന്നതല്ലേ ഞാൻ ആ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ളത്. അതുകൊണ്ട് വേലക്കാരി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. അങ്ങനെ വേലക്കാരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒപ്പം കയറി നിന്ന് സംസാരിക്കാനോ ഇവിടെ നിൽക്കാനോ പാടില്ല. അപ്പോൾ വേദയും ഇന്ദ്രജയും കൂടി പറയണേ, ഇപ്പോൾ തന്നെ നമ്മൾ വരാന്തയിൽ നിന്ന് സംസാരിച്ചതല്ലേ ഇവളോട്, എന്നിട്ടും കണ്ടില്ലേ ഇവൾക്ക് ഒരു കൂസലുമില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയണേ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇത്രയും നേരം സൂര്യ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിന്നു. പക്ഷേ സൂര്യയുടെ യഥാർത്ഥ സ്വഭാവം വീണ്ടും നിങ്ങൾ പുറത്തെടുപ്പിക്കണോ? എന്നിട്ട് പിന്നെ എന്നോട് പരാതി പറഞ്ഞു വരരുത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് സൂര്യ വരികയാണ്. എന്നിട്ട് സൂര്യ പറയണേ, എന്നാൽ നമുക്ക് പോവാം, വീട്ടിലേക്ക് പോവാം അച്ഛാ എന്ന് പറയുമ്പോൾ, നീ ആദ്യം നന്ദിനി അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്ക് എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അതെങ്ങനെ ശരിയാവും അച്ഛാ? കാരണം അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നന്ദിനി നോക്കുന്നത് പോലെ ആരും നോക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇപ്പോൾ നന്ദിനിയുടെ വീട്ടിൽ അവളുടെ അച്ഛനും അനിയത്തിമാരൊക്കെ ഒറ്റയ്ക്കല്ലേ, അവരൊരു പുതിയ സ്ഥലത്തേക്ക് വന്നതല്ലേ. അപ്പോൾ നീ നന്ദിനിയെ അവിടെ കൊണ്ടുപോയി വിട്, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് യതീന്ദ്രൻ സൂര്യയെയും നന്ദിനിയെയും അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. അങ്ങനെ അവർ പോകുന്ന സമയത്ത് നന്ദിനി നല്ല വിഷമത്തിലാണെന്നുള്ള കാര്യം സൂര്യയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ നന്ദിനി പറയണ, ഞാൻ വെറുതെ അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വന്നു. ഞാൻ അവരവിടെ നിൽക്കുന്ന സമയത്ത് യതീന്ദ്രൻ സാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് മരുമകളുടെ സ്ഥാനം എടുത്തതൊന്നുമല്ല, ഞാനൊരു വേലക്കാരിയെ ആണെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്, ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, നീ അവർ പറയുന്നതൊന്നും കേൾക്കണ്ട, നീ അവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യുകയും വേണ്ട. ഞാനപ്പോൾ അവിടെ പ്രതികരിക്കാതിരുന്നത് അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോൾ ആശുപത്രിയിൽ വെച്ച് ഒരു സംസാരം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തു നിന്നും എൻ്റെ സഹോദരിമാരുടെ അടുത്തു നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ. തൽക്കാലം നീ ഇപ്പോൾ അതൊക്കെ വിട്ടേക്ക്. പിന്നെ വീട്ടിൽ പോയി ഈ ഉണ്ടായ സംഭവങ്ങളൊന്നും നിൻ്റെ അനിയത്തിമാരോടും അച്ഛനോടും മുത്തശ്ശിയോടും ഒന്നും പറയരുത്, അവർക്ക് കൂടി അത് വിഷമം. ഇല്ല, ഞാൻ ഒരിക്കലും അവരോട് ഇതൊന്നും പറയില്ല, അവരല്ലെങ്കിലേ വിഷമത്തിലാണ്, ഇതുകൂടി അറിഞ്ഞാൽ അവർക്കത് ഒരുപാട് വിഷമാവും. പിന്നെ എൻ്റെ വീട്ടുകാർ കണ്ടില്ലേ, സാറിനെ ഞങ്ങളെല്ലാവരും കാണുന്നത്, യതീന്ദ്രൻ സാറിനെ കാണുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ്. യതീന്ദ്രൻ സാറിന് വയ്യാതായി എന്ന് കേട്ടപ്പോൾ എൻ്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ വിഷമിക്കുന്നത് സാറ് കൂടി കണ്ടതല്ലേ എന്നൊക്കെ പറയണേ. നീ ഇപ്പോൾ തൽക്കാലം അത് വിട്ടേക്ക്. ഞാനിപ്പോൾ നിന്നോടൊരു കാര്യം പറയട്ടെ, ഇവിടെ രാത്രി നല്ല തട്ടുദോശയും നല്ല മട്ടനും പുട്ടൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട, സാറിന് വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയുമ്പോൾ, നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, നിനക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട, എന്നാൽ നമുക്കൊരു കട്ടൻ ചായ കുടിച്ചാലോ എന്ന് പറയുമ്പോൾ, സാറിന് കുടിക്കണമെന്നുണ്ടെങ്കിൽ സാറ് കുടിച്ചോളൂ എന്ന് പറയട്ടോ. അപ്പോൾ നീ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഒന്നും കുടിക്കുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ സാറിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കഴിയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് തന്നെ വിഷമം വന്നാലും അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്, അതൊക്കെ ഫ്രീ ആയി വിട്ടേക്കണം, എങ്കിലാണ് നമുക്ക് സുഖമായും സ്വസ്ഥതയോടുകൂടിയും ജീവിക്കാൻ കഴിയൂ. ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റിവെക്കുന്നത് അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ നീ രാത്രിയിലത്തെ ഇവിടുത്തെ നഗരത്തിലെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ, ഒരു പ്രത്യേക തരം പകലിനേക്കാളും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാവുക. എല്ലാ ഫ്രണ്ട്സുകളും ഒരുമിച്ച് നിന്ന് സംസാരിക്കലും എല്ലാ കാര്യങ്ങളും, അത് നിനക്ക് കൂടി അത് ആസ്വദിക്കാമല്ലോ. നമ്മൾ 2 പേരും നല്ല ഫ്രണ്ട്സുകളല്ലേ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴും നന്ദിനി പറയണ, സാറ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, എൻ്റെ മനസ്സിലെ വിഷമം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും സാറ് പറയുന്നത് പോലെ ഞാനും ചെയ്യാം. എങ്ങനെ സൂര്യൻ നന്ദിനിയെ വീട്ടിലാക്കിയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ സമയം നന്ദിനി അച്ഛനോടും മുത്തശ്ശിയോടും അനിയത്തിമാരോടും എല്ലാ കാര്യങ്ങളും പറയാണ്. നിങ്ങൾ ഇവിടെ വന്നത് ഞാൻ ആദ്യം ആ വീട്ടിൽ കയറി പറ്റി, അത് കഴിഞ്ഞ് നിങ്ങളെ കൂടി ആ വീട്ടിൽ കയറ്റാനാണ് എന്നൊക്കെയാണ് പത്മ മേഡം പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാൻ മടിച്ചത് എന്നൊക്കെ നന്ദിനി പറയട്ടോ. അപ്പോൾ കാർത്തു പറയണേ, അല്ല എന്താണ് ഇപ്പോൾ ചേച്ചി എന്താ പ്രതികരിക്കാത്തത്? ചേച്ചി നാട്ടിലാകുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അപ്പോൾ പ്രതികരിക്കുന്നതാണല്ലോ, ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഇങ്ങനെ പ്രതികരിക്കാതെ നിന്നാലേ അവസാനം ചേച്ചി അവരെല്ലാവരും കൂടി അങ്ങ് കൊല്ലും എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കാർത്തു എന്ന് പറയണ. അപ്പോൾ സുദേവൻ
പറയണേ, നീ പറയുന്നത് പോലെയല്ല, നമ്മുടെ മോൾക്ക് കല്യാണം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് ദുരന്തങ്ങളിൽ കൂടെ തന്നെയാണ് ഈ കല്യാണം നടന്നത്. അതുകൊണ്ട് ഇന്നും അത് നന്ദിനി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സൂര്യ സാറും യതീന്ദ്രൻ സാറും നമ്മളോടും ഈ നന്ദിനിയോടും ഒക്കെ നല്ലതുപോലെയല്ലേ പെരുമാറുന്നതും സംസാരിക്കുന്നതും. അതുകൊണ്ട് അവരെ ഓർത്തിട്ടാണ് എല്ലാം ക്ഷമിക്കണം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, എത്രയായാലും നട്ടലുള്ള ഒരുത്തൻ തന്നെയാണ് നന്ദിനിയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. പിന്നെ അവളെ പൊന്നുപോലെ തന്നെയല്ലേ നോക്കുന്നത്. അപ്പോൾ സുദേവൻ പറയണേ, ഇന്നത്തെ കാലത്ത് നേരെ ചൊവ്വേ കല്യാണം നടത്തി മകളെ കൈ പിടിച്ച് ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്താൽ ആ മോളെ ഭർത്താവ് നല്ലതുപോലെ നോക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ നന്ദിനിക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. പ്രിയങ്ക പറയണേ, സൂര്യ സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. സൂര്യ സാറ് നന്ദിനി ചേച്ചിയോട് അത്രയും നല്ലതുപോലെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും നമ്മളോടൊക്കെ. അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചേച്ചിയോട് ഞാൻ അവിടെ നിന്നും പോരാൻ പറയാത്തത് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും. അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിൽ നിന്നും ഞാൻ പോന്നു കഴിഞ്ഞാൽ നിൻ്റെ അനിയത്തിമാരുടെ ഭാവിയെക്കുറിച്ച് നീ ഓർക്കണം എന്നുള്ളത്. ഞാൻ കാരണം ഒരിക്കലും നിങ്ങളുടെ ഭാവിക്ക് ഒരു തകരാറും വരരുത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പത്മ മേഡവും വേദയും ഇന്ദ്രജയും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഒരു ഗ്ലാസ് വെള്ളം പോലും യതീന്ദ്രൻ സാറിന് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും. അല്ലാതെ അവരാരും യതീന്ദ്രൻ സാറിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് പോവാണ്. പിന്നീട് സൂര്യ യതീന്ദ്രന് മുണ്ടെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, അന്ന് കല്യാണത്തിൻ്റെ അന്ന് അച്ഛൻ എനിക്ക് മുണ്ടെടുത്ത് തരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അച്ഛനൊരു പകരം വീട്ടിലായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് തമാശയോട് കൂടിയിട്ടാണ് സൂര്യ യതീന്ദ്രന് മുണ്ടെടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സൂര്യ പറയണേ, അച്ഛൻ അന്ന് എന്നോട് കല്യാണ സമയത്ത് എനിക്ക് മുണ്ടെടുത്ത് തരുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. അച്ഛനത് ഓർമ്മയുണ്ടോ? എന്താ ഞാൻ നിന്നോട് പറഞ്ഞത്? അല്ല, എന്നെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഓരോ വളർച്ചയിലെ കാര്യങ്ങളും അച്ഛന് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞില്ലേ? എന്നെ കുളിപ്പിച്ചിരുന്നതും എന്നെ ഡ്രസ്സ് ഉടുപ്പിച്ചിരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതുപോലെ കുറച്ച് ദിവസം അച്ഛനും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. എന്നിട്ട് എനിക്കും വേണം അതൊക്കെ ഓർത്തു വെക്കാൻ. അച്ഛൻ എന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഓർത്തു വെച്ചതുപോലെ എനിക്കും ഇതൊക്കെ ഓർത്തു വെക്കാലോ. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് യതീന്ദ്രന് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് പറയണേ, ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ജീവിക്കാൻ ഒരു ആശ തോന്നുന്നു എന്ന് പറയുമ്പോൾ, അതിന് എപ്പോഴും ഞാൻ അച്ഛനോട് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പെരുമാറുന്നത്. പിന്നെ ആ പത്മ മേഡം, അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ പറയേണ്ട, അതിൽ നോ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ എന്താടാ എന്ന് യതീന്ദ്രൻ ചോദിക്കുമ്പോൾ, അച്ഛനിപ്പോൾ അതൊക്കെ വിട്ടിട്ട് വാ നമുക്ക് താഴേക്ക് പോവാം എന്ന് പറഞ്ഞ് യതീന്ദ്രനെയും കൂട്ടി സൂര്യ സന്തോഷത്തോടു കൂടി ഒരു കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടിയിട്ടാണ് സൂര്യ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ സൂര്യയും യതീന്ദ്രനും താഴേക്ക് ചെല്ലുന്ന സമയത്ത് പത്മ പേപ്പർ ഇരുന്ന് വായിക്കാണ്. അപ്പോൾ പത്മയോട് യതീന്ദ്രൻ പറയണേ, എന്നെ മുണ്ടൊടിപ്പിച്ചത് സൂര്യയാണ്, ഞാൻ അവൻ്റെ ചെല്ലക്കുട്ടിയാണെന്നാണ് അവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, സ്നേഹം തരുന്നവർക്ക് തിരിച്ചു സ്നേഹം ലഭിക്കും, അതല്ല അഹങ്കരിക്കുന്നവർക്ക് അങ്ങനെ തന്നെയാണ് തിരിച്ചും കിട്ടുകയുള്ളൂ എന്ന് അർത്ഥം വെച്ചുകൊണ്ടാണ് സൂര്യ സംസാരിക്കുന്നത്. അപ്പോഴാണ് കനക അവിടേക്ക് ചായയുമായിട്ട് വരുന്നത്. അങ്ങനെ കനക തിരിച്ചു പോകുന്ന സമയത്ത് സൂര്യ പറയണേ, നീ ഒന്ന് അവിടെ നിന്നേ, കഴിഞ്ഞ ദിവസം നീ എവിടെ വെച്ചാണ് കള്ളനെ കണ്ടത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി കനക അങ്ങ് പേടിച്ച് വിറക്കുകയാണ്. അപ്പോൾ അത് പിന്നെ എന്ന് പറയുമ്പോൾ, അല്ല, വീടിൻ്റെ പിൻവശവും വീടിൻ്റെ മുൻവശവും ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് നീ കള്ളനെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്കറിയില്ല സാർ, അകത്താണ് ഞാൻ കണ്ടത്, എങ്ങനെ അകത്തേക്ക് കയറി അതൊന്നും എനിക്കറിയില്ല സാർ, നീയല്ലേ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഓടി വന്ന സമയത്ത് പിന്നെ കള്ളനെ എന്താ ആരും കണ്ടില്ലല്ലോ. അപ്പോഴൊക്കെ കനക മിണ്ടാതെ നിൽക്കുമ്പോൾ, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്, നിന്നോട് ചോദിച്ചതിനെന്താ, നിനക്ക് മറുപടിയില്ലേ, ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കള്ളനെ നീ അകത്ത് കണ്ടെങ്കിൽ കള്ളൻ നിന്നെ ഉപദ്രവിക്കാൻ പുറത്തു വരേണ്ടതല്ലേ, അതെന്താ സംഭവിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയണ, കനക ഇനി അകത്ത് പോ. അപ്പോൾ സൂര്യ പറയണ, ഞാനാണ് ഇവളോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇവൾ ഉത്തരം പറയാതെ ഇവിടെ നിന്നും എവിടേക്കും പോവില്ല. നിന്നെക്കൊണ്ട് എനിക്ക് സത്യം പറയിപ്പിക്കാനൊക്കെ അറിയാം. നിന്നോട് ആരാണ് ഇവിടെ കള്ളനുണ്ട് എന്ന് പറയാൻ പറഞ്ഞതും നിന്നെ ആരാണ് ഇതിൻ്റെ പിറകിൽ കളിപ്പിച്ചത് എന്നുള്ളത് അത് കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ, നിന്നോട് ആരടി പറഞ്ഞത് എന്ന് എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ അത്ര നല്ലവളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, നിന്നിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട്, അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും, കാലം നീ ഇപ്പോൾ പൊയ്ക്കോ. അപ്പോൾ പത്മ പറയണേ, ഇവിടെ കള്ളനുണ്ട് എന്ന് ഞാൻ പറയിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അതിന് നിങ്ങളാണ് അത് ചെയ്യിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നീ എൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്, അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ തന്നെയല്ലേ ഊഹിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ, അത് ചില പ്രത്യേക തരം മുഖഭാവമുള്ളവരുടെ മുഖത്തേക്ക് നോക്കിപ്പോവും എന്ന് പറയട്ടോ. അപ്പോൾ പത്മ പറയണേ, അച്ഛൻ ചെല്ലക്കുട്ടിയാണ്, മുണ്ടുടുപ്പിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ അമ്മയെ എവിടെയൊക്കെ ഇട്ട് നാണം കെടുത്താൻ കഴിയുമോ, അമ്മയോട് എങ്ങനെയൊക്കെ മോശമായി പെരുമാറാൻ കഴിയുന്നു, അതൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ല, എന്നെ നാണം കെടുത്താനുണ്ടായ ഒരുത്തൻ എന്നും പറഞ്ഞുകൊണ്ട് പത്മ അകത്തേക്ക് പോവാണ്. അപ്പോൾ യതീന്ദ്രൻ എന്താടാ ഇത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛ, അച്ഛൻ്റെ ഈ വീഴ്ച
കൊലച്ചയ്ക്ക് പിന്നിൽ, ഈ കള്ളൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അച്ഛനെ വീഴ്ത്തിയത് ആരാണെന്നുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. പിന്നീട് പത്മയും വേദയും ഇന്ദ്രജയും യതീന്ദ്രനുമൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ രാജു എല്ലാവർക്കും ഉപ്പുമാവ് കൊടുക്കുന്ന സമയത്ത് വേദ പറയണേ, ഇതെന്താ ഉപ്പുമാവ്, വേറെ ഒന്നും ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയണ, അല്ല ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ, ഇതെന്ത് പറ്റി രാജു എന്ന് ചോദിക്കുമ്പോൾ, അല്ല നന്ദിനി ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഭക്ഷണം പലതരത്തിലുള്ളത് ഉണ്ടാക്കുന്നത്, കനകയ്ക്ക് പിന്നെ അതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പത്മ പറയണേ, വേലക്കാരിയുടെ ഇടയിലും വീടുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണേ, പക്ഷേ കൈപുണ്യമുള്ള മരുമക്കൾ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ കുറവാണ്, പ്രത്യേകിച്ചും ഇക്കാലത്ത് എന്ന് പറയുമ്പോൾ പത്മയ്ക്ക് അത് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. നന്ദിനിയെ ഉദ്ദേശിച്ചിട്ടാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാവാട്ടോ. അപ്പോൾ പത്മ പറയണേ, നിങ്ങളത് കഴിക്കുന്നുണ്ടോ എന്നങ്ങ് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അങ്ങനെ രാജു സ്പൂൺ എടുത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ യതീന്ദ്രനാണെങ്കിൽ ആ സ്പൂൺ ഉപയോഗിച്ചും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. അപ്പോഴൊന്നും പത്മയും വേദയും ഇന്ദ്രജയും ഒന്നും ശ്രദ്ധിക്കാതെ അവരിരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് സൂര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്താ അച്ഛൻ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയണേ, വലത് കൈ പോയില്ലേ എന്ന് പറയും. ആര് പറഞ്ഞു അച്ഛൻ്റെ വലത് കൈ പോയി എന്നുള്ളത്? അച്ഛനല്ലേ എപ്പോഴും പറയാനുള്ളത് ഞാനാണ് അച്ഛൻ്റെ വലത് കൈ എന്നുള്ളത്, ഞാൻ വാരി തരാം അച്ഛനെ എന്ന് പറഞ്ഞ് സൂര്യ യതീന്ദ്രന് ഭക്ഷണം വാരി കൊടുക്കാണ്ട്. അപ്പോഴൊക്കെ വേദയും ഇന്ദ്രജയും ഇങ്ങനെ നോക്കുകയാണ്. ഇന്ദ്രജ പറയണേ, ഇന്ന് ഒരു ദിവസം നീ അച്ഛന് വാരി കൊടുക്കുമായിരിക്കും, പക്ഷേ നാളെ മുതൽ നീ 4 കാലിലാവും വരിക എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, എൻ്റെ അച്ഛന് വേണ്ടി കുറച്ച് ദിവസം ഞാൻ കുടിക്കാതെയും ഇരിക്കും, ഇനിയിപ്പോൾ ഞാൻ കുടിച്ചു വന്നാലും എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനേ എനിക്കറിയാം എന്ന് പറയട്ടോ. അപ്പോൾ രാജു പറയണേ, ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും സാറിനൊന്ന് വാരി കൊടുക്കാൻ തോന്നിയില്ലല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പത്മ രാജുവിനെ നോക്കുമ്പോൾ പെട്ടെന്ന് രാജു അവിടെ നിന്നങ്ങ് പോവാണ്ട്, അല്ലെങ്കിൽ എൻ്റെ തലയിൽ കയറും എന്നുള്ള ഭാവത്തിൽ അങ്ങനെ സൂര്യ അച്ഛന് വാരി കൊടുക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്ക് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ ഭക്ഷണം വാരി കൊടുത്ത ശേഷം അച്ഛൻ്റെ മുഖമൊക്കെ കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ പത്മ അവർ കേൾക്കാതെ പറയാണ്, അച്ഛനൊന്ന് വാരി കൊടുക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വേദയും ഇന്ദ്രജയും തലയും താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ അവിടെ വന്നിരുന്ന് അവരെ 3 പേരെയും ഒന്ന് ദഹിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് നോക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവരൊന്നും മിണ്ടാതെയാണ് തലയും താഴ്ത്തി, ചെയ്തത് അബദ്ധമായി, സൂര്യ തന്നെ വരേണ്ടി വന്നു എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നന്ദിനിക്ക് ഒരു സമാധാനവും ഇല്ലാത്തത് കൊണ്ട് രാജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ, അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജുവിൻ്റെ ഫോൺ എടുക്കുന്നത് യതീന്ദ്രനാണ്. അപ്പോൾ യതീന്ദ്രനാണെന്ന് അറിയാതെ നന്ദിനി എല്ലാ കാര്യങ്ങളും രാജുവിനോട് ചോദിച്ചറിയുകയാണ്. എങ്ങനെയുണ്ട് യതീന്ദ്രൻ സാറിന്, ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതുപോലെ ഭക്ഷണമൊക്കെ നല്ലതുപോലെ കൊടുക്കണം, സാറിന് വേദനയുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവും, പക്ഷേ നിർബന്ധിച്ച് കഴിപ്പിക്കണം, അതുപോലെ സൂര്യ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, സൂര്യ സാറ് ഭക്ഷണം കഴിക്കാൻ മടിയായിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കണം, ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകാനൊക്കെ സൂര്യ സാറിന് മടിയാണ്, അതുകൊണ്ട് നിർബന്ധിച്ച് കൈ കഴിപ്പിക്കുകയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ചോദിക്കും, അത് കൊടുക്കുകയൊക്കെ വേണം, പിന്നെ ഷൂസ് ഒന്നും അഴിച്ചിടാതെയാണ് ബെഡിൽ പോയി കിടക്കുക, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഊരിയിട്ട് കൊടുക്കണം. അങ്ങനെ സൂര്യയുടെയും യതീന്ദ്രൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് രാജുവാണെന്ന് കരുതിയിട്ട് നന്ദിനി വായ തോരാതെ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് യതീന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവാണ്ട്. നന്ദിനിയുടെ സൂര്യയോടും യതീന്ദ്രനോടും ഒക്കെയുള്ള ആ കരുതലും സ്നേഹവും ആത്മാർത്ഥതയൊക്കെ കാണുന്ന സമയത്ത് എന്നിട്ട് നന്ദിനി ചോദിക്കുകയാണ്, രാജുവേട്ടാ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്, എന്നെ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി ഫോൺ വെച്ച ശേഷം യതീന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. നന്ദിനിയുടെ ആ ഒരു സ്നേഹം കാണുന്ന സമയത്ത് എൻ്റെ മോൻ സൂര്യയോടും എന്നോടുമൊക്കെ എന്തൊരു കരുതലാണ് നന്ദിനിക്ക് എന്നുള്ള ആ ഒരു സന്തോഷം മനസ്സിൽ വന്നുകൊണ്ട് കണ്ണിൽ വെള്ളം നിറയുകയാണ്. സ്വന്തം ഭാര്യയ്ക്കും 2 പെൺമക്കൾക്കും ഇല്ലാത്ത ഒരു കരുതലാണ് എൻ്റെ മരുമകൾക്ക് എന്നുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ യതീന്ദ്രൻ്റെ മനസ്സിൽ. പിന്നീട് സൂര്യ നന്ദിനിയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ യതീന്ദ്രനും പത്മയും വേദയും ഇന്ദ്രജയും ഒക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ സൂര്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നന്ദിനിയുടെ വീട്ടിലേക്ക് പോയതിനെ കുറിച്ചൊക്കെ പത്മ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് സൂര്യ നന്ദിനിയോട് പറയണേ, എത്രയും പെട്ടെന്ന് നന്ദിനി ഇനി ഭക്ഷണം കഴിക്കുക, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നന്ദിനി വീട്ടിലേക്കോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ ഇല്ലാത്തത് കൊണ്ട് വീടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ വിവേകും കൂടി സൂര്യയുടെ കൂടെ ചെന്നിട്ടുണ്ടോ. അപ്പോൾ വിവേക് പറയണ, അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടാണോ നീ നന്ദിനിയെ കൊണ്ടുപോകുന്നത്, അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ സൂര്യ ഒരു പതർച്ചയോട് കൂടി പറയണ, എനിക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ വിവേക് പറയണ, നന്ദിനി ഇനി എങ്ങനെയാണ് സൂര്യ ഇങ്ങനെ മാറ്റിയെടുത്തത്. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണ, ഇതിപ്പോൾ നല്ലൊരു മൊമെൻ്റ് അല്ലേ, ഇതിപ്പോൾ അച്ഛനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യതീന്ദ്രൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് പത്മയെ തട്ടിച്ചുകൊണ്ടാണ് സൂര്യ ഓരോ വാക്കുകളായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ മട്ടൻ ബിരിയാണിയാണ്, ഇവിടെ എന്ത് സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്താവും അവസ്ഥ, അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, മനസമാധാനത്തോട് കൂടിയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ പറഞ്ഞ് പത്മയെ മനഃപൂർവ്വം ഓരോ വാക്കുകളായിട്ട് കുത്തി നോവിച്ചും
നോക്കിക്കൊണ്ടാണ് സൂര്യ സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ നന്ദിനി എവിടെയുണ്ട് അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നുള്ളതൊക്കെ നന്ദിനിയെയും ആ സമയത്ത് പുകഴ്ത്തിയും കൊണ്ട് സംസാരിക്കുമ്പോൾ അത് പത്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം പത്മ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് ദേഷ്യത്തിലങ്ങ് എണീറ്റ് പോവാട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കാൻ, അല്ല എന്താ ഡാഡി ഒരു സൗണ്ട് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ, നിന്റെ സംസാരം കേട്ടിട്ടേ നിന്റെ അമ്മ എണീറ്റ് പോയതാണ് എന്ന് പറയട്ടെ. അമ്മ എണീറ്റ് പോയി എന്ന് കണ്ടതോടുകൂടി വേദയും ഇന്ദ്രജയും ഒക്കെ അങ്ങ് എണീറ്റ് പോവാണ്. എന്നിട്ട് സൂര്യ പറയണേ, ഞാൻ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് നന്ദിനിയെയും കൂട്ടി അവിടേക്ക് വരാമെന്ന് പറഞ്ഞു ഫോൺ വെക്കണം.